ഫ്രണ്ട്സ് എല്ലാവർക്കും പത്തരമാറ്റിലെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദർശും നയനയും കൂടിയിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട്. അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ രാവിലെ തന്നെ ആദർശിനൊക്കെ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം വീണ്ടും കട്ടിലിൽ കിടക്കുകയാണ്. ആ സമയം ഒരു വാഹനം അവിടേക്ക് വരുന്നുണ്ട്. ആ സമയം നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ ഇവിടെ റെസ്റ്റ് ചെയ്തോളൂ, ഞാൻ പോയി നോക്കിയിട്ട് വരാം, ആരാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നയന നേരെ വാതിൽ തുറക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അമ്പല ദർശനത്തിന് പോയിരിക്കുന്ന വീട്ടുകാരെല്ലാവരും തിരിച്ചു മടങ്ങി വന്നിരിക്കുകയാണ്. അങ്ങനെ അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ നയന ഈ ഒരു കാര്യം പറയുന്നുണ്ട്, ആദർശിനെ വയ്യാതായിട്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയായിരുന്നു, ഇപ്പോൾ റെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് കേട്ട വഴിക്ക് തന്നെ ദേവയാനി നേരെ റൂമിലേക്ക് ചെല്ലുകയാണ്. പിന്നീട് നമ്മുടെ മുത്തശ്ശിയൊക്കെ കൂടി സംസാരിക്കുകയാണ് എന്ത് പറ്റിയത് നടന്ന കാര്യങ്ങളെല്ലാം നയന മുത്തശ്ശനോടും മുത്തശ്ശിയോടും അപ്പോൾ കൂടി ഉണ്ടായിരുന്ന ജലജയോടൊക്കെ കൂടി പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, നീ ഉണ്ടായിരുന്നത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നയനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ആ സമയം മൂർത്തിയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, ഇങ്ങനെ വല്ല നടക്കുമെന്ന് നീ മുൻകൂട്ടി പ്രവചിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിനനുസരിച്ചിട്ട് പെരുമാറാം, നിനക്ക് ഇതിപ്പോൾ നടക്കാൻ പോകുന്നു എന്നുള്ള കാര്യം നമുക്കൊന്നും അറിയാനായിട്ട് വകയില്ലല്ലോ, അപ്പോൾ പിന്നെ എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നയനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതെന്നൊക്കെ ജലജയോട് ദേഷ്യപ്പെടുക. അതിനുശേഷം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അബിയും ജലജയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നീട് അബിയും ജലജയും തമ്മിൽ സംസാരിക്കുകയാണ്. ഐസ്ക്രീം കഴിച്ചിട്ടും ആ ഇൻഹേലറിലെ മരുന്നൊക്കെ കളഞ്ഞിട്ടും നമ്മൾ ആഗ്രഹിച്ച പോലെ ഒന്നും നടന്നില്ലല്ലോ, ഭഗവാൻ നമ്മുടെ കൂടെ ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന് അബി പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇതിനൊക്കെ കാരണക്കാരി ആ നയനയാണ്, അവൾ കാരണമാണ് അവനിപ്പോഴും നമ്മുടെ കൂടെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്, നമ്മുടെ പ്ലാൻ എല്ലാ പദ്ധതികളും നശിപ്പിക്കാനായിട്ടാണ് നയന ഈ വീട്ടിൽ വന്നിരിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലെ ഒന്നും നടന്നില്ലല്ലോ എന്ന് പറഞ്ഞ ഒരു വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഗോവിന്ദനും കനകയും കൂടി വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ തന്നെ അഭി പോയിട്ട് നമ്മുടെ നവ്യയുടെ ഈ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദനും കനകയാണെന്നുണ്ടെങ്കിൽ നന്ദുവിനെ പുറത്തിറക്കാനായിട്ട് ഇവരുടെ സഹായം, അനന്തപുരിയിലുള്ളവരുടെ സഹായം തേടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ വിളിക്കുന്നതും കാണുന്നതൊക്കെ നവ്യനെയാണ്. നവ്യയാണെന്നുണ്ടെങ്കിൽ വീട്ടുകാരോട് നേരെ എതിരായിട്ടാണ് സംസാരിക്കാനായിട്ട് നിൽക്കുന്നത്. അവൾക്ക് വലിയ താല്പര്യമൊന്നും അച്ഛനോടും അമ്മയോടും തന്നെ ഇല്ലതാനും. അപ്പോൾ ഇങ്ങനെ ഒരു സഹായം ചോദിച്ചു വന്നാൽ എന്തായാലും നവ്യെ സഹായിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. വീട്ടുകാരെ ആട്ടിപ്പായിക്കാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. ഇത്ര നാളില്ലാത്ത സ്നേഹമൊക്കെ നിങ്ങൾ എന്തിനാ ഇപ്പോൾ എന്നോട് കാണിക്കാനായിട്ട് വന്നത്, വീട്ടിൽ വെച്ചിട്ട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചു എന്നെല്ലാം നവ്യ കണക്ക് പറയുകയായിരുന്നു. അങ്ങനെ കാര്യം പറയാൻ വന്നത് പറയാതെ ഗോവിന്ദനും കനകയൊക്കെ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആദർശിൻ്റെ അടുത്തേക്ക് ഓടിയെത്തിയിരിക്കുകയാണ് ദേവയാനി. അങ്ങനെ ദേവയാനി വന്ന് ചോദിക്കുന്നുണ്ട്, എൻ്റെ മോൻ എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ നാളായിട്ട് നിനക്ക് ഇങ്ങനെ ഒരു അസുഖം വരാറില്ലല്ലോ, പിന്നെ എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, അമ്മ എന്നോട് പിണങ്ങരുത്, ഞാൻ ഇന്നലെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഐസ്ക്രീം ഇരിക്കുന്നത് കണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ആരും ഇല്ലാത്തത് കൊണ്ടും എനിക്ക് അത്ര ഇഷ്ടമുള്ളതായതുകൊണ്ടും ഞാനതെടുത്ത് കഴിച്ചായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ശ്വാസം മുട്ട് വന്നതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നിനക്ക് അറിഞ്ഞൂടെ ആദർശേ, ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് തടസ്സം ഉണ്ടാവും എന്നുള്ളൊരു കാര്യം, പിന്നെ എന്തിനാണ് മോനെ നീ ഇത് കഴിക്കാനായിട്ട് നിന്നതെന്ന് പറയുന്നുണ്ട്. അത് എൻ്റെ ഭാഗത്ത് തെറ്റാന്ന് പറയുകയാണ്. അപ്പോൾ ദേവയാനിയാണെന്നുണ്ടെങ്കിൽ ഈ അസുഖം വന്നത് നയന കാരണമാണെന്നുള്ള കാര്യത്തിൽ സംസാരിക്കുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ആദർശ് പറയുന്നുണ്ട്, അമ്മ എന്താ എന്നിട്ടാ പറയുന്നത്, ഇപ്പം അമ്മയുടെ അടുത്ത് എനിക്കിരുന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവളാണ്. ഇങ്ങനെയൊക്കെ നടന്ന കാര്യങ്ങളെപ്പറ്റി എല്ലാം ദേവയാനിയുടെ അടുത്ത് ആദർശ് പറയുകയാണ്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നയനോടുണ്ടായിരുന്ന ദേഷ്യമൊക്കെ ഒന്ന് കുറച്ച് കുറയുകയാണ്. ദേവയാനിക്ക് മകനെ രക്ഷിച്ച ഒരു സഹായം ചെയ്തതിനൊക്കെ അവൾക്ക് മനസ്സിൽ ഉണ്ടായിരുന്ന ദേഷ്യം കുറച്ചൊക്കെ ഒന്ന് കുറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ചെറിയൊരു ഉള്ളടക്കം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഏറ്റവും പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അതുവരേക്കും ബായ്.